ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇതേ കഴിഞ്ഞ ദിവസം അപ്പുറത്തിത്ത കുറച്ച് മാങ്ങാപ്പഴം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് കറി വെക്കാമെന്ന് ഓർത്തു കേട്ടോ. ഞാനിതിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എന്നാലും അത്യാവശ്യം വീഡിയോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അങ്ങനെ വെക്കുന്നതാണ്. അങ്ങനെ മാങ്ങാപ്പഴം ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ചട്ടിയിൽ തന്നെ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. പിന്നെ അതിലേക്കുള്ള അരപ്പിന് തേങ്ങയും അതുപോലെ തന്നെ ജീരകവും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ താളിച്ചു കേട്ടോ. താളിക്കാൻ വേണ്ടി കടുകും പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ചെറിയുള്ളി ഇട്ടു, അതുപോലെ തന്നെ വറ്റലമുളകും കൂടി ഇട്ടിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ മീനൊക്കെ പൊരിക്കാനിരിക്കണ്ടായിരുന്നു, അത് പിന്നത്തേക്കാക്കാമെന്ന് ഓർത്തു. പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട്. അപ്പോൾ അജ്മീർ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ബൈക്ക് എടുക്കാൻ വേണ്ടി, അതുകൊണ്ട് അവൻ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴേക്കും നമ്മൾ നേരെ ബന്ദർക്കയ്ക്ക് വന്നതാണ്. നിഷാന്തേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. വന്ന വഴിക്ക് നമ്മൾ നിഷാന്തേട്ടൻ്റെ വൈഫിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിറാജിക്കായും സുഖവും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ വന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ടാണ് അവർ വന്നത്. ഒരു ഷർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് പമ്പിലേക്ക് വന്നു. ഇവിടെ വരുമ്പോഴേക്കും ആൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി നോക്കാൻ ഒരാൾ വരും, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നപ്പോഴേക്കും പിന്നെ കേക്ക് കണ്ടപ്പോൾ മനസ്സിലായി ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്നുള്ളത്. പിന്നെ നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മുടെ കാറിൻ്റെ ആ ഒരു ബോണറ്റിൽ അത് വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്, ചെറിയൊരു കേക്കാട്ടോ. നമ്മൾ അത്രയും പേരെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അതിൽ. അങ്ങനെ ഇക്കായും സിറാജിക്കായും കൂട്ടിയിട്ട് അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം കറക്റ്റ് മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കറക്റ്റ് നമ്മൾ മുറിച്ചതായപ്പോഴത്തേക്കും മഴ പെയ്യുകയും ചെയ്തു. നല്ല മഴയായിരുന്നു, കുറേ നാൾ കൂടി നല്ലൊരു മഴ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവളുടെ കയ്യിൽ കൊടുത്താൽ തീരുമാനമാക്കും. നിങ്ങൾ വേണം കയ്യിൽ കൊടുത്താൽ ഇഷ്ടപ്പെട്ട സാധനം തന്നെ കഴിച്ചു.